ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ നാവിൽ ദൈവം തന്നിരിക്കുന്ന അധികാരം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടാത്തതിൻ്റെ കാരണങ്ങളാണ് ഈ ദിവസങ്ങളിലെ തിരുവചന സന്ദേശത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കാരണങ്ങൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ള മെസ്സേജിൽ വചനത്തിൽ നിന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അധര ശുദ്ധീകരണത്തിൻ്റെ അനിവാര്യത അതാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. ഒരു ദൈവഭക്തൻ്റെ നാവിൽ ദൈവം കൊടുത്തിട്ടുള്ള അധികാരമുണ്ട്. നാവെന്ന് പറയുന്നത് ഒരു ചെറിയ അവയവമല്ല. ആത്മീക ശുശ്രൂഷയിലും ആത്മീക ജീവിത മുന്നേറ്റത്തിലും എന്തിനേറെ പറയുന്ന ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്ന സമയത്ത് പോലും ഈ നാവിലൂടെയാണ് യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് വിശ്വസിച്ച് ഏറ്റുപറയുന്നത്, അല്ലെങ്കിൽ ഈ നാവിലൂടെയാണ് ഏറ്റുപറയുന്നത്. അപ്പം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഒരു വ്യക്തിയുടെ നാവെന്ന് പറയുന്നത്. എന്നാൽ പിന്നീടുള്ള ആത്മീക ജീവിത യാത്രകളിൽ, ആത്മീക യുദ്ധ വിജയങ്ങളിൽ പോലും നിർണായകമാണ് ഒരു വ്യക്തിയുടെ നാവ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, പണ്ടൊക്കെ ദൈവഭക്തന്മാരായ മാതാപിതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുമായിരുന്നു. ആൾക്കാർക്ക് അവരെ ഭയമായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും നമുക്ക് എങ്ങനെ അതിലേക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 3 കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചല്ലോ. അതിൻ്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അധര ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ദൈവമക്കളാണെങ്കിൽ പോലും, വചനമനുസരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ പോലും, നമ്മൾ പലതിലും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും? യാക്കോബിന്റെ ലേഖനത്തിൽ ഒരു അധ്യായം മുഴുവനും നാവിനെ കുറിച്ചാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ ഒരു അധ്യായത്തിന്റെ അകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ശിക്ഷാവിധി വരാതിരിക്കാൻ നിങ്ങളിൽ ഒരുപാട് പേര് ഉപദേഷ്ടാക്കന്മാരാകരുത്. അങ്ങനെയാണ് നാവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, നമ്മളിൽ പലരും പലതിലും തെറ്റിപ്പോകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? നമ്മൾ ആത്മീക ജീവിതത്തിലേക്ക് വന്നാൽ പോലും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ തെറ്റിപ്പോകും? നാവിൽ തെറ്റിപ്പോകും. അപ്പം ഈ ഒരു ആത്മീക അധികാരം അതിൻ്റെ പൂർണ്ണതയിൽ നമ്മിൽ വെളിപ്പെടാത്തതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ നാവ് വിശുദ്ധിയോടെ നമ്മൾ സൂക്ഷിക്കാത്തത് തന്നെയാണ്. ഞാനത് ദൈവവചനത്തിൽ നിന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ദൈവം നമ്മുടെ നാവിൽ അധികാരം തന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുകയാണെങ്കിലും, നമ്മുടെ അധരങ്ങൾ ശുദ്ധിയില്ലാത്തതാണെങ്കിൽ ഒരു കാര്യവും നടക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ നാവിനെ ദൈവം തൻ്റെ നാവാക്കി മാറ്റുകയാണ്. പ്രവാചകനായ യെശയ്യാവിൻ്റെ നാവിനെ യഹോവയാം ദൈവം ശുദ്ധീകരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊരു മെസ്സേജ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കേട്ട് കാണുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം അന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ട് ഒരിക്കൽ കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യെശയ്യാവ് ഇത്ര ശക്തനായ ഒരു പ്രവാചകനായി തീർന്നതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം എന്ന് പറയുന്നത്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം തിരിച്ചറിഞ്ഞ കാര്യം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ദൈവം സെറാഫുകൾ ശുദ്ധീകരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മുടെ നാവുകളും വിശുദ്ധമായിരിക്കണം. ആത്മീക ജീവിതത്തിൽ പല സമയങ്ങളിലും നമ്മുടെ കൃപ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മിലൂടെ വെളിപ്പെടേണ്ടുന്ന ദൈവപ്രവൃത്തികൾ വെളിപ്പെടാത്തത്, അല്ലെങ്കിൽ നാവിൻ്റെ അധികാരം പ്രായോഗിക തലത്തിലേക്ക് വരാത്തത് ശുദ്ധിയില്ലാത്തത് കൊണ്ടാണ്, വിശുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് അന്നേരം അത് മനസ്സിലാകുമായിരിക്കും. നമുക്ക് വചനത്തിൽ നിന്ന് തെളിവ് വേണമല്ലോ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. അവിടെ ഒരു യുദ്ധവും ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു വാളെടുക്കാതെ യുദ്ധം ചെയ്യാതെ യഹോശാബാത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വിജയിച്ചു. ശത്രുക്കൾ ചെറിയ ആൾക്കാരായിരുന്നില്ല. അവിടെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അവർ ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, വിശുദ്ധ വസ്ത്രാലങ്കാരമുള്ള സംഗീതക്കാർ പാടി ദൈവത്തെ സ്തുതിച്ചു.
പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദൈവം ഇവർക്ക് വലിയൊരു ജയം കൊടുത്തു. അപ്പൊ നമ്മൾ ചിന്തിക്കും, പാട്ട് പാടിയത് കൊണ്ടാണ് അവർ ജയിച്ചത്, സ്തുതിച്ചത് കൊണ്ടാണ് അവർ ജയിച്ചത്. അതെ, സ്തുതിച്ചത് കൊണ്ട് തന്നെയാണ് ജയിച്ചത്. പക്ഷേ സ്തുതിച്ച പലയിടത്തും ജയിക്കാതിരുന്നിട്ടുണ്ട്. തെളിവ് വേണമല്ലോ. ശമൂവേലിന്റെ 1-ാം പുസ്തകം ആദ്യത്തെ 5 അധ്യായം നിങ്ങൾ വായിക്കുക. അവിടെ നമ്മൾ കാണുന്നത് ഫെലിസ്ത്യരെ കീഴടക്കാനായിട്ട് ഇസ്രായേൽ പെട്ടകം കൊണ്ടുവന്നതിന് ശേഷം പാളയം കുലുങ്ങുമാറ് അത്യുച്ചത്തിൽ ആർപ്പിട്ടു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഭൂമി കുലുങ്ങുമാർ ആർപ്പിട്ടെന്നാണ്. അപ്പൊ ആൾക്കാർ അന്ന് വിചാരിച്ചിരുന്നത് എന്താണെന്നറിയാമോ? ഒരുപാട് ശബ്ദം ഉണ്ടാക്കിയാൽ, ഒരുപാട് ബഹളം ഉണ്ടാക്കിയാൽ, അത്യുച്ചത്തിൽ നാവെടുത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അവിടെ അത്ഭുതം നടക്കും, അവിടെ വിടുതൽ നടക്കും, അവിടെ ദൈവിക ജയം കിട്ടും എന്നൊക്കെയാണ്. പക്ഷെ ഇതൊരു തെറ്റിദ്ധാരണയാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇതൊരു തെറ്റിദ്ധാരണയാണ്. അവർ അത്യുച്ചത്തിൽ അവിടെ പാളയം കുലുങ്ങുമാറ് അവർ സ്തുതിച്ചപ്പം സംഭവിച്ചെന്താണെന്നറിയോ? മയങ്ങിക്കിടന്ന ഫെലിസ്ത്യർ എഴുന്നേറ്റ് വന്നു. മയങ്ങിക്കിടന്ന നമ്മൾ എഴുതിയിട്ടില്ല. പക്ഷെ ഫെലിസ്ത്യരി അന്വേഷിച്ചു, എന്തു ഇത്ര ഈ ശബ്ദം ഇവിടെ കേൾക്കുന്നേ? ഉമ്മാര് വന്നിട്ട് പെട്ടകം പിടിച്ചുകൊണ്ടുപോയി. പിന്നെ ഏലി കഴുത്തൊടിഞ്ഞ് മരിച്ചു, ഏലിയുടെ മക്കള് പിടിക്കപ്പെട്ടു. അങ്ങനെ ഒരു വലിയൊരു മഹാസംഹാരം തന്നെ ആ സ്ഥലത്തുണ്ടായി എന്നാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ശബ്ദം എടുക്കുന്നതിൽ മാത്രമല്ല കാര്യം, ആരാധിക്കുന്നതിലല്ല കാര്യം, ബഹളമുണ്ടാക്കുന്നതിലല്ല കാര്യം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വിശുദ്ധമായ ജീവിതത്തിൽ നിന്നും ദൈവിക പ്രമാണത്തോട് ചേർന്നു പോകുന്ന ആത്മീക ജീവിതത്തിൽ നിന്നും ഉയരുന്ന ആരാധനയ്ക്ക് മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ മാത്രമേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ഈ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവ അവർക്ക് ജയം കൊടുത്തെന്നാണ്. അപ്പൊ ജയം കൊടുത്തത് ആരാ? നമ്മുടെ നാവോ അല്ലെങ്കിൽ നമ്മുടെ ശക്തിയോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല, നമ്മുടെ സ്പിരിച്വൽ പവറും അല്ല. ഇത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാവിനെ എത്രത്തോളം നമ്മൾ വിശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ പൂർണ്ണമായ ഈ സന്ദേശത്തിലേക്ക് നിങ്ങൾ വരുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് അതിനിടയാക്കി തീർക്കട്ടെ. പെട്ടെന്ന് മുമ്പോട്ട് പോകാം. ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, 2 ദിനവൃത്താന്തം 20-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ, യഹോശാബാത്തിന്റെ നേതൃത്വത്തിലുള്ള ആ ഒരു ജനത സംഗീതക്കാരെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ നിയമിക്കുകയാണ്. പക്ഷെ നിയമിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നടന്നു. അത് പല സമയത്ത് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ആ അധ്യായത്തിന്റെ ആരംഭ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് അവരെന്താണ് ചെയ്തതെന്നറിയാമോ? ഇത്രയധികം ശത്രുക്കൾ അവർക്ക് നേരെ വന്നപ്പോൾ അവരൊരു ഉപവാസം നിയമിച്ചു. എല്ലാ ജനതയെയും കൂട്ടിവരുത്തി. ദൈവസന്നിധിയിൽ അവർ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവം മുമ്പാകെ സമർപ്പിച്ച് അവർ ഈ ഒരു കാര്യത്തിൽ മുമ്പോട്ട് പോയി. അപ്പൊ എന്താ ചെയ്തത്? പോയി യുദ്ധം ചെയ്ത് ജയിക്കുകയല്ലായിരുന്നു. ഒരു ഉപവാസം, ഒരു സമർപ്പണം, ഒരു വിശുദ്ധീകരണം അവിടെ ഉണ്ടായി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു കാര്യത്തിലേക്ക് അവർ വന്നപ്പോൾ, വ്യക്തമായി പറഞ്ഞാൽ വചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ, അവർ വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടി ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ യഹോവ അവർക്ക് ജയം കൊടുത്തു. എന്തു മനസ്സിലായി? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. നമുക്കെല്ലാം ആഗ്രഹമുണ്ട് നമ്മുടെ നാവിൽ ദൈവം തന്ന അധികാരം നമുക്ക് ഉപയോഗിക്കണം, ദൈവനാമ മഹത്വത്തിനായി തീരണം എന്നല്ല. പക്ഷെ പല സമയങ്ങളിലും നമ്മൾ പലതിലും തെറ്റിപ്പോവുകയാണ്. എന്താണ്? നമ്മുടെ നാവിലൂടെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ, അശ്ലീല ചൊവ്വയുള്ള വർത്തമാനങ്ങൾ, പൊട്ടച്ചൊല്ലുകൾ, കളിവാക്കുകൾ, ചേർച്ചയല്ലാത്തത്, വഴക്കുണ്ടാക്കൽ. ഈ വഴക്കുണ്ടാക്കൽ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഞാൻ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയാം. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ് കേട്ടോ. കാരണം ഒരുപാട് ആത്മീക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നത് ഈ ഭവനത്തിലെ ഈ വഴക്കുകളാണ്. അത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. എൻ്റെ ചില ജീവിതാനുഭവങ്ങളിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാം. അപ്പം ശരിക്കും ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നാവിൽ ദൈവം തന്ന അധികാരം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുകയുള്ളൂ.
അതുകൊണ്ടാണല്ലോ യാക്കോബിന്റെ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്താ പറയുന്നത്, നിങ്ങൾ പലതിലും തെറ്റിപ്പോകുന്നു. നാവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളിൽ അധികം പേര് ഉപദേഷ്ടാക്കന്മാരാകരുത്. അപ്പൊ തെറ്റാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ഉറവയിൽ നിന്നും മധുരവും കയ്പും പുറപ്പെടുമോ? ഉപ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളവും പുറപ്പെടുമോ? ഇത് യോഗ്യമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാം. എന്ത് തീരുമാനം? കർത്താവേ, ഇന്നു മുതൽ എൻ്റെ നാവിനെ ഞാൻ സൂക്ഷിക്കാൻ പോവുകയാണ്. അനാവശ്യമായ സംസാരങ്ങൾ, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത വാക്കുകൾ എൻ്റെ നാവിലൂടെ ഇനിയും പുറത്തു വരത്തില്ല. കാരണം അപ്പാ, ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവാണ്. കാരണം അങ്ങയുടെ നാമമഹത്വത്തിനായി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതെ സംഭവിക്കണമെങ്കിൽ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകണമെങ്കിൽ, ദൈവമേ, എൻ്റെ നാവിനെ ഞാൻ എത്രത്തോളം സൂക്ഷിക്കണം. ദാവീദിന് ഇതറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞത്, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കും. അപ്പൊ പല വഴികളിലും നാവ് കൊണ്ട് പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ നാവ് ആമേൻ കടിഞ്ഞാണിട്ട് ഞാൻ സൂക്ഷിക്കും. സ്നേഹത്തോടെ ഞാൻ പറയാം, നമുക്കൊരു തീരുമാനത്തിലേക്ക് വരാം. മനുഷ്യർ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഭയത്തോടെ നമ്മുടെ പ്രവാസകാലം കഴിക്കണം. ആ ഒരു നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. നമ്മളൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നവരും രക്ഷിക്കപ്പെട്ട ദൈവകൃപ പ്രാപിച്ച് ആ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നവരായിരിക്കാം. പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പല സമയങ്ങളിലും നമ്മുടെ നാവ് പാപത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ കൃപ മുഴുവനും നഷ്ടപ്പെടുത്തുന്നത് ഈ ഒരു നാവാണ്. അടുത്തത്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, 3 കാര്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു. പരിശുദ്ധാത്മ പൂർണ്ണത, ദൈവവചന ധ്യാനം, വചനം എപ്പോഴും നാവിലിരിക്കുക. 3-ാമത്തേത് ദൈവഹിതമനുസരിച്ച് നടക്കുക. ഈ സമയങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു, ഇത് കേൾക്കും തോറും നമ്മൾ ഒരു പുതിയ തീരുമാനത്തിലേക്ക് വരണമെന്നുള്ളത്. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, പൗലോസ് പരിശുദ്ധാത്മ പൂർണ്ണനായി സംസാരിച്ച കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ലേ, ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് എന്നാണ്. അടുത്തത്, എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കുക. എന്താണെന്നറിയാമോ? നിങ്ങളുടെ വായിൽ നിന്ന് ആകാത്തത് പുറപ്പെടരുത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കണ്ടോ? അപ്പൊ ശരിക്കും ഈ 2 വാക്യങ്ങൾ ചേർന്ന് കിടക്കുകയാണ്. നമ്മൾ ബൈബിളിലെ ഏത് ഭാഗം പഠിച്ചാലും ഒരു വാക്യം മാത്രം എടുക്കാതെ നമ്മൾ ആ ഒരു പശ്ചാത്തലം എടുത്ത് പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുന്നത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായമാണ്. അപ്പൊ അതിൻ്റെ ഒരു 24 മുതൽ 25 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നാവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ നമുക്ക് പറ്റും നമ്മുടെ നാവുകൾ കൊണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാവുകൾ ഒരേ സമയം 2 മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വ്യവസ്ഥ ദൈവം വെച്ചിട്ടില്ല. കാരണം ദൈവം വിശുദ്ധനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ വ്യക്തമായി ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഈ ഒരു ആത്മീക അധികാരത്തെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇതിനെ നമുക്ക് എക്സർസൈസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, നമ്മുടെ നാവിനെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പണ്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അപ്പച്ചന്മാരും അമ്മച്ചിമാരുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാകാം, ചിലർക്ക് അറിയത്തില്ല. അവർ പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ അവരാവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും അവരിടപെടാൻ പോകത്തില്ലായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ സംസാരിക്കില്ലായിരുന്നു. അവരുടെ നാവ്, അവരുടെ അധരങ്ങൾ, അവരുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് മനസ്സിലാക്കി വിശുദ്ധിയോടെ സൂക്ഷിക്കുമായിരുന്നു.
അധരബലമെന്ന സ്തോത്രയാഗമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൽ യാഗങ്ങളില്ല, യാഗപീഠങ്ങളില്ല. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമായി തീരുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഈ ഒരു മന്ദിരത്തിലെ യാഗപീഠമാണ് നമ്മുടെ നാവുകളെന്നും ഓരോ അവയവങ്ങളെന്നും ആ നാവിൽ നിന്നുയരുന്ന സ്തുതിയും സ്തോത്രവും യാഗമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ യാഗപീഠത്തിന്മേൽ ഇരിക്കുന്ന ആ ഒരു വസ്തു, അതേ യാഗപീഠത്തിന്മേൽ ഇരിക്കുന്ന ആ ഒരു വസ്തു ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മളുടെ അധരങ്ങൾ ശുദ്ധിയുള്ളതായിരിക്കണം. ഇല്ലാത്തതിനെ ദൈവം ഒരിക്കലും സ്വീകരിക്കത്തില്ല. ദൈവം അത് മുഖവിലക്കെടുക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മൾ പലതവണയും പലതും നടക്കട്ടെ 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 എന്നൊക്കെ പലതും പറഞ്ഞിട്ട് നടക്കാത്തതിൻ്റെ കാരണം നമ്മൾ ഈ പറയുമ്പോൾ കാണിക്കുന്ന ആവേശം ജീവിതത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വരുമ്പോൾ നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ് ഈ ഒരു സന്ദേശം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ 4 കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർപ്പിച്ച് പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് വചനധ്യാനത്തിൽ എന്നോട് സംസാരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. 4 കാര്യങ്ങൾ: വചനം ധ്യാനിക്കാൻ സമയം കണ്ടെത്തുക, ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുക, പരിശുദ്ധാത്മാ ശക്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക, അതിന് ചെയ്യേണ്ടത് കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. 3-മത്തേത് ദൈവഹിതപ്രകാരം മുമ്പോട്ട് പോവുക. 4-മത്തേത് നാവിനെ സൂക്ഷിക്കുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു സന്ദേശവുമായിട്ട് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.